സത്യത്തിൽ ഈ പിണറായി സർക്കാരിന് കീഴിൽ ഈ ആദിവാസി സമൂഹത്തിന് മാന്യമായി ജീവിക്കാനും സാധിക്കുന്നില്ല. ഈ മരണാനന്തരം പോലും മാന്യത ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെടുന്നത്. അതോടൊപ്പം ഒരു ആംബുലൻസ് ഒരു ആദരവോട് കൂടിയിട്ടുള്ള അന്ത്യയാത്രക്ക് ഒരു ആദിവാസി വയോധികക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഞങ്ങളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ മക്കളും പറയുന്നത് ഇതുപോലത്തെ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ആദിവാസി ക്ഷേമത്തിന് വേണ്ടി നൽകുന്നത്. പക്ഷെ എന്നിട്ട് പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ആദിവാസിയുടെ മൃതദേഹം ശ്മശാനത്തിലെത്തിക്കാൻ ഒരു ആംബുലൻസ് ലഭിക്കുന്നില്ല. തലേ ദിവസം 7 മണിക്ക് മരണപ്പെട്ടിട്ടും പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിവരെ അവർ ആംബുലൻസിന് വേണ്ടി കാത്തിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് എത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തും അവരുടെ കൈവശമുള്ള ആംബുലൻസും കൊടുത്തില്ല. അതായത് ഇവിടെ നിറം നോക്കി, വസ്ത്രം നോക്കി, രൂപം നോക്കി അവരാദിവാസികളെ തിട്ടപ്പെടുത്തി അവരോട് കാണിക്കുന്ന അനുകമ്പയില്ലായ്മ, അവഗണന, ഇതാണ് നമുക്ക് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാനന്തവാടി നടക്കുന്ന 2 സംഭവങ്ങൾ, ആ 2 സംഭവങ്ങളുടെ വ്യക്തമാകുന്നത് എന്താ? ഈ ആദിവാസി സംരക്ഷണത്തിൽ പിണറായി സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഞങ്ങളിപ്പോൾ പോയി മാതൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഈ നടു റോട്ടിലൂടെ 1/2 കിലോമീറ്റർ വലിച്ചിഴക്കപ്പെട്ട മാദേവൻ ഗുരുതരമായ പരിക്കുകളോടുകൂടി ജില്ലാ ആശുപത്രിയില്ല. ഞങ്ങളയാളെ കണ്ടപ്പോൾ അയാൾ എന്തിനാണ് അയാളോട് ക്രൂരത കാണിച്ചത് എന്ന് പോലെ അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അതിനർത്ഥം ഇവിടെ ആദിവാസികൾക്കെതിരായിട്ടുള്ള അക്രമം, പീഡനം, ആൾക്കൂട്ട അക്രമം ഇതൊക്കെ ആവർത്തിച്ച് നടക്കുകയാണ്. ഇപ്പോൾ മാദേവൻ്റെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. 6 വർഷം മുമ്പാണ് അരിമോട്ടിച്ചു എന്ന് ആരോപിച്ച് ആദിവാസിയെ മധുവിനെ അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം അറുകൊല ചെയ്തത്. അതിനുശേഷം ഇവിടെ തന്നെ ഈ കഴിഞ്ഞ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നടന്നിട്ടുള്ള 2 സംഭവം മാനന്തവാടിയിലാണ്. ഈ മാനന്തവാടിയിലാണ് നമ്മുടെ ST മന്ത്രിയുടെ സ്വന്തം മണ്ഡലം. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ആദിവാസി പീഡനവും അക്രമവും അവരോട് കാണിക്കുന്ന ക്രൂരതയും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു സംസ്ഥാന സർക്കാർ നിലപാടാണ് ഈ ആദിവാസികൾക്കോടുള്ള ഈ ക്രൂരത വർദ്ധിക്കാൻ കാരണം. ഇപ്പോൾ 1 മാദേവൻ്റെ സംഭവം, 2 ഈ ആദിവാസി വയോധികയ്ക്ക് അവസാന ഘട്ട മരണത്തിന് ശേഷം ശ്മശാനത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്നത്. സത്യത്തിൽ ഇത് ലോകത്തിൻ്റെ മുന്നിൽ കേരളം വീണ്ടും ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ മന്ത്രിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു ഗൗരവമില്ല. ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന്. പക്ഷേ ഞങ്ങളിപ്പോൾ ആശുപത്രി അധികൃതരെ കണ്ട സമയത്ത് അവിടെ വേണ്ടത്ര ആംബുലൻസ് ഇല്ല. പിന്നെ എന്ത് ആദിവാസി സംരക്ഷണമാണ് ഈ ബഡായി പറയുന്ന മുഖ്യമന്ത്രി പറയുന്ന? എല്ലാം കേരളം 1ാം സ്ഥാനത്താണെന്ന് പറയുന്നത്. ഈ ബഡായി പ്രസംഗം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. മരണത്തിന് ശേഷം പോലും മാന്യത ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഈ കേന്ദ്രം നൽകുന്ന പണമെങ്കിലും ആദിവാസി ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ, മോഡി സർക്കാർ അനുവദിക്കുന്ന പണമെങ്കിലും ഇവരുടെ വികസനത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറാകണം. അത് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും ഇവിടെ അഴിവ് നടത്തിക്കൊണ്ട് കൊള്ളയടിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദുരവസ്ഥ ഉണ്ടാകുന്നത്. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ആദിവാസികൾ, പട്ടികവർഗ്ഗക്കാർ, പട്ടിക വിഭാഗക്കാർ, പട്ടികജാതിക്കാർ, അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ വോട്ട് ബാങ്കാണ്. അതിനപ്പുറത്ത് യാതൊരു പ്രാധാന്യവും അവർ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് വ്യാപകമായ അക്രമം കേരളത്തിൽ നടക്കുന്നത്. ഇത് ഈ ആദിവാസികൾക്കെതിരായിട്ടുള്ള, പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള അക്രമവും ക്രൂരതയും ഒക്കെ ഒരു നിത്യസംഭവമായി മാറുന്നു. ഇതിനെതിരെ ഈ സംഭവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഇവിടെ മാനന്തവാടിയിൽ നടന്നിട്ടുള്ള ഈ സംഭവത്തിൽ കോൺഗ്രസിനും തുല്യ പങ്കാണുള്ളത്. സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഈ പഞ്ചായത്ത് ഭരണ നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറയണം. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ തന്നെ നമ്മുടെ MLAയും മന്ത്രിയുമായിട്ടുള്ള ശ്രീമൻ കേളുവിനെ പോലെ തന്നെ കോൺഗ്രസിനും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. 2 പേരും ഈ ദുരന്തത്തിന് ഉത്തരവാദികളാണ്. ഇനി നമ്മുടെ മാദേവൻ്റെ സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ
ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല, ഇപ്പം ഇതിനു മുമ്പ് നമ്മുടെ പനമരത്ത് ഒരു ചെറുപ്പക്കാരനെ പോലീസ് ഭീഷണിപ്പെടുത്തി, പോക്സോ കേസിൽ പെടുത്തുന്നു വന്നു, അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. വിശ്വനാഥൻ എന്ന് പറയുന്ന മറ്റൊരാൾ ഭാര്യയും കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി, അവിടെ ആൾക്കൂട്ടം ആക്രമിച്ചു, അയാളും ആത്മഹത്യ ചെയ്തു. ഇതിലൊന്നും യാതൊരു അന്വേഷണവും ഇല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഈ ഇവിടുത്തെ എന്താ സ്ഥലം അല്ലല്ല, ഇവിടെ ആത്മഹത്യ ചെയ്തല്ലോ നമ്മുടെ പനമരം. ഈ പനമരത്തെ സംഭവത്തിൽ അത് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു പോലീസുകാരനെതിരായിട്ട് നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത്. ഇവിടെ ഇപ്പം ആംബുലൻസുകളുടെ ഒത്തിരി കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. പൊതുവെ ഇവിടെ ഓടിയെത്താനൊന്നും ഒരു സൗകര്യമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആംബുലൻസ് അനുവദിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമോ? തീർച്ചയായും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരും. കാരണം ആവശ്യത്തിന് ഈ ആംബുലൻസ് വാങ്ങാനുള്ള പണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അത് ചെലവഴിച്ചാൽ മാത്രം മതി. ഈ കേന്ദ്ര സർക്കാർ ഇത്ര കോടികൾ പട്ടികവർഗക്കാർക്കും പട്ടികജാതിക്കാർക്കും വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു ആദിവാസി വയോധികയെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്നത്. ഇത് വടക്കേ ഇന്ത്യയിലൊന്നല്ല നടന്നത്, കേരളത്തിലാണ്, വയനാട്ടിലാണ്, ഇവിടെ ആദിവാസി മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ നടന്നിട്ടുള്ളത്.